മൈ ചാനൽ. നല്ല സൗണ്ടായിരിക്കും, കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഭയങ്കര സൗണ്ടായിരിക്കും. ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണിത്. ഫോക്സ് ക്രീമിൻ്റെ നല്ല യൂസാണ് ഇടുന്നത്. റൈസ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ കുടിക്കുന്നൊരു ഡ്രിങ്കും എന്തൊക്കെ കഴിക്കുന്നതെന്ന് കാണിച്ചില്ല. അപ്പം ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു. നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ചെറിയ ചൂടുവെള്ളം. നല്ല നോയ്സ് ആയിരിക്കും, പുറത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഞാൻ ക്യൂബാക്കി വെച്ചതാണ്. ഇത് എടുക്കാൻ പറ്റും. ഇത് ടെർമറിക്കും ജിഞ്ചറും ലെമണും കൂടെ ഉള്ള ലെമണിൻ്റെ ജ്യൂസും കൂടെ ക്യൂബാക്കിയതാണ്. നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. അതും ജിഞ്ചറും ലെമണും ടെർമറിക്. പിന്നെ ABC ജ്യൂസ് ഞാൻ ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കും. കാരണം അല്ലാണ്ട് എനിക്കത് മറ്റേത് കുടിക്കുമ്പം ഭയങ്കര ഒരു മഞ്ഞൾപ്പൊടിയുടെ ചുവയും കയ്പും തോന്നും, ലെമണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ABC ജ്യൂസിൻ്റെ ഒരു ക്യൂബ് എടുക്കുന്നത്. ഇതുണ്ടോ ഗൈസ്? ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ ചുവയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഹണി ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിനകത്ത് ഹണി ആഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഹാഫ് ലെമണും കൂടെ, ലെമണിൻ്റെ ജ്യൂസും കൂടെ അതിനകത്തോട്ട് ഒഴിക്കും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ലെമണും കൂടെ ഉള്ളത്, ലെമണല്ല ഹണി ഉള്ളതാണ് ലെമൺ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ എനിക്ക് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഫാറ്റ് ലോസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. ജിമ്മിലും പോകുന്നത്, ഡയറ്റ് കറക്റ്റായിട്ട് പോകുന്നത്. നല്ല സൗണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ രാത്രിയിലൊക്കെ വീഡിയോ എടുക്കുന്നത്. അതാകുമ്പോൾ രാത്രിയിൽ സൗണ്ട് ഉണ്ടാകുന്നത്. ഈ ടൈമിലൊക്കെ ആകുമ്പോൾ നല്ല സൗണ്ടായിരിക്കും. ഈ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കളറിൽ കിട്ടും. പക്ഷെ മഞ്ഞൾപ്പൊടിയുടെ ചവയൊക്കെ ആകുന്നത് മൈൻഡ് ചെയ്യണ്ട ഗൈസ്. ആ ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗ് കഴിക്കും. ബോയിൽ ചെയ്ത് എഗ്ഗ് കഴിക്കും. പിന്നെ പാല്, ഓട്സ്. ഈ ഓട്സിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം ഷോർട്സിൽ. അത് അൺബോക്സ് ചെയ്യുന്നതാണ്. ഞങ്ങൾ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതൊരു നല്ല ടേസ്റ്റാണ്. സാധാ ഓട്സ് പോലെ ഒരു ചോക്ലേറ്റ് ഇതായിട്ടുള്ളത്. കവർ അവിടെ കളഞ്ഞു, ഞാനത് കാണിച്ചു തരാം. അതിന് നല്ല ടേസ്റ്റാണ്. അതിൽ ഓൾറെഡി നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. നല്ല ഫ്ലേവർ എനിക്കിഷ്ടമാണ്. സാധാ ഓട്സ് എനിക്ക് ഇഷ്ടമാണ്. അതാണ് നല്ല നോയ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എനിക്ക് കൊട്ടലും കട്ട പിടിക്കും.
നിങ്ങളുടെ ഫുഡൊക്കെ എന്താണ് രാവിലെ? ഇപ്പം ഞാൻ കഴിക്കത്തില്ല, കാരണം ഇപ്പം അത് കുടിച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനത് കഴിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. ഇളക്കി കാണിച്ചു ഇങ്ങനെ വരും. എന്തായാലും നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡ്രൈ ആയി വരും. പാലൊക്കെ നല്ലപോലെ ഓട്സിൽ വന്നിട്ട് സെറ്റായിട്ട് വരും. അപ്പം അതിന് മുമ്പ് നമ്മൾ നല്ലവണ്ണം നനയ്ക്കണം. അത് ഫുള്ള് കുടിച്ചിട്ടില്ല, കാരണം കുറച്ച് ചൂട് കൂടിപ്പോയി. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ചൂടാകട്ടെ. നല്ല ചൂടായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ മറ്റേ ഓട്സ് ഞാനിപ്പോൾ കുടിക്കാൻ പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കാം. അത് കുറച്ചധികം നേരമായിപ്പോയി. അപ്പോൾ കുടിക്കാം. നട്ട്സും ഡ്രൈ ഗ്രേപ്സ് എല്ലാം ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഗൈസ്, ആർക്കെങ്കിലും അറിയാമോ ഗൈസ് ഷുഗർ ഫ്രീ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ഷുഗർ ഫ്രീ ആണോ? ഇത് ഷുഗർ ഫ്രീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്ത് യൂസ് ചെയ്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല, എനിക്കിനിയിപ്പോൾ നോക്കാനും വയ്യ. അതുകൊണ്ട് അതിട്ട് കൊടുക്കാം കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വേറെ ഒന്നിൻ്റെ കൂടെ ഞാൻ ഷുഗർ ഫ്രീ യൂസ് ചെയ്തില്ല, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ഓട്സിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, യമ്മി ആയിട്ട്. അപ്പോൾ ഞാനത് ഫുൾ കഴിക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദോശ ചുടാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഉച്ചയായി. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് കഴിക്കുന്നത് ലഞ്ചും നമുക്ക് ഇടയത്താഴം കഴിക്കുന്ന ഡിന്നറും ആയിട്ടാണ്. ദോശയ്ക്ക് എന്തോ പറ്റി, ഇതൊന്നും ഒരു ഷേപ്പിൽ അവർ ചൂട് കൂടുതലായി പോയിട്ടാണെന്ന് തോന്നുന്നു. ഷേപ്പില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും വൈറ്റ് ചട്നി അല്ലെങ്കിൽ ഓറഞ്ച് കളർ ചട്നി. നിങ്ങൾക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് റെസിപ്പി അറിയാമോ ഗൈസ്? ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ യൂട്യൂബിൽ നോക്കി നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ ഉള്ള പണി. പിന്നെ ഫോണിൽ ചെയ്യുന്ന പണി ഞാൻ എങ്ങനെ അത് ഫോണിൽ വീഡിയോ എടുക്കുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, അതാണൊരു പ്രശ്നം. സോ ഞാൻ പിന്നെ കാണിച്ചു തരാം വർക്ക് ചെയ്യുന്ന വീഡിയോ. പിന്നെ നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറിൻ്റെയും കാര്യങ്ങളിലേക്ക് അതിലേക്ക് എല്ലാം കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് മാത്രമല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് എങ്ങനെ കാണിക്കാൻ പറ്റും? അല്ലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ കിച്ചൺ കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് സാധനങ്ങൾ. ഇതിങ്ങനെ ഹോം സെൻറ്ററിൽ നിന്ന് കിട്ടും. അങ്ങനെ ഇത് ഞാൻ ദോശ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ കോക്കനട്ട് കുറച്ചും കൂടെ ഇതായി വരും. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങുന്നത് കൊണ്ട് നമുക്കിപ്പം അല്ലാണ്ട് സ്റ്റോറേജ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ചീത്തയായിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പം ഇത് ഫ്രീസറിൽ വെക്കും. ആവശ്യത്തിന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുക്കും, എന്നിട്ടുണ്ടാക്കും, അത് കഴിഞ്ഞ് പിന്നെ വെക്കും. അങ്ങനെ ഞാനിപ്പോൾ ചെയ്യാറ്. അതാകുമ്പോൾ ചീത്തയായി പോകത്തില്ല. നേരത്തെ ഇതുപോലെ കുറേ തവണ ഞാൻ വാങ്ങിച്ചതൊക്കെ ഇങ്ങനെ കുറച്ചിപ്പം ഇത്തിരി മതി, എനിക്ക് മാത്രം മതി. അപ്പം ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ വരും. ചലഞ്ചിങ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ആരെയും കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ഹൂ നോസ് മീ ബെറ്റർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളോടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഗൈസ്. ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു
15, മാക്സിമം 15 അല്ല മിനിമം 15 അല്ലെങ്കിൽ ഒരു 18 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പറയുന്നവർക്ക് എൻ്റെ വകയൊരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ ത്രോട്ടിന് കുറച്ചെന്തോ ഒരു സൗണ്ടിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മൈക്ക് യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. ഗൈസ് നിങ്ങൾ ഈ പാക്കറ്റിൽ വരുന്ന ദോശ ബാറ്റർ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ പേര്? എന്തോ ഒരു ഗ്രീൻ കളറിലെ കവർ വരുന്ന അത്. അങ്ങനെ ദോശ ബാറ്റർ യൂസ് ചെയ്യുന്നവർ ഒരു ദിവസമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നൊരു 1-2 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ എങ്കിലേ ആ മാവ് പുളിച്ച് വരത്തുള്ളൂ. അല്ലാണ്ട് ഈ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല ഗൈസ്. വല്ലാണ്ടിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ വേറെ അഡ്വൈസ് പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഫേസ് വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സ്കിന്ന് നമ്മളെപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഓവർ എന്താ പറയുന്നത്, ബബിൾസ് അല്ലെങ്കിൽ ഓവർ ഇങ്ങനെ പതഞ്ഞ് വരുന്ന ടൈപ്പില്ലേ, അങ്ങനെ ഒരിക്കലും ഫേസിൽ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള നല്ല സെൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ പോകും. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അത് ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം ഗൈസ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി ഫുഡ് കഴിച്ചിട്ട് ജിമ്മിൽ പോകണം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനുള്ള എഗ്ഗ് ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ബോയിൽ ചെയ്ത് ഞാനങ്ങനെ കഴിക്കലില്ല. ഇന്ന് മാത്രമാണ് ഞാനങ്ങനെ കഴിച്ചത്. അപ്പം എനിക്കല്ലാതെ എഗ്ഗ് കഴിക്കാനും ചിക്കൻ കഴിക്കാനും മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും കഴിക്കും. പ്രോട്ടീൻ വേണ്ടേ നമ്മുടെ ബോഡിക്ക്. അപ്പം അത് നമ്മൾ തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ട് എൻ്റെ കണ്ണു തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജിമ്മിൽ പോവാണ് ഗൈസ്. ഞാൻ ജിമ്മിൽ പോവാണ് ഗൈസ്. ജിമ്മിൽ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറ്റുന്ന അത്രയും ക്ലിപ്പ് എടുക്കാം. കാരണം അവിടെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാലോ നോക്കിയിട്ട് മാക്സിമം പറ്റുന്നത്രയും വീഡിയോ എടുക്കാം. ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് പോകാൻ പോകണം. ഗൈസ് ഞാൻ തനിയെ വർക്കൗട്ട് ചെയ്യാണ് ഗൈസ്. തല കുത്തിക്കിടന്നൊക്കെ ചെയ്യുന്നത് എനിക്ക് നടുവ് വേദന എടുക്കുന്നുണ്ട്. ഇറങ്ങാൻ പോവാണ്. 12 മണിയായി ബസ്. അതുകൊണ്ട് നമ്മൾ പോകാൻ പോവാണ്.